എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേളയ്ക്ക് പോയി വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഞങ്ങൾ കേരള സ്റ്റോർ പോയി എന്ന് പറഞ്ഞില്ലേന്നോ, അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ കോര. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ, കോര കറി വയ്ക്കുന്നതും വറക്കുന്നതൊക്കെയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കില്ല ഉണ്ടാക്കുക. ഏട്ടനാണ് സാധാരണ മീനൊക്കെ നന്നാക്കി തരാറുള്ളത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നേരത്തെ പോയി. അപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല. ഞാൻ എന്നോട് പറഞ്ഞത് നീ തന്നെ റെഡിയാക്കി സെറ്റാക്കിക്കോ. സാധാരണ മസാലക്കറീനോടാണ് ഞങ്ങൾക്ക് രണ്ടാക്കും താല്പര്യം കേട്ടോ. പക്ഷേ ഇത് കോര ചെറിയ മീനുകളൊക്കെ തേങ്ങ അരച്ച് കറി വയ്ക്കുന്ന, മസാല ഇടാതെ മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുന്നതാണ് ടേസ്റ്റ്. ഞാനങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് മീനൊക്കെ മുറിച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുളിച്ച് വന്നതിന് ശേഷമാണ് മസാല തേച്ചതും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ തലഭാഗത്ത് കുറച്ച് കാമ്പോട് കൂടിയിട്ട് വെച്ചിട്ട് തല ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കഷ്ണങ്ങളൊക്കെ വറക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചോറ് ആദ്യം റെഡിയാക്കണം. ചോറിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കറിയിലേക്ക് കിടക്കാൻ. കറണ്ടെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ റെഡിയാക്കി അരച്ചവിടെ വെച്ചിട്ടോ. അപ്പോൾ തേങ്ങയിൽ പെരുംജീരകവും ചുവന്നുള്ളിയും 2 പച്ചമുളകും കൂടെ ഇട്ടരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പെരുംജീരകവും ചുവന്നുള്ളിയും കുറച്ച് കൂടുതൽ എടുക്കണം, സാധാരണയിൽ കൂടുതൽ. അപ്പോൾ തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചക്ക ചിപ്സും വെളിച്ചെണ്ണയാണ്. ചക്ക ചിപ്സ് തിന്നുകൊണ്ട് കേട്ടോ ഞാൻ പണിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ ഇന്ന് പൊട്ടിക്കാമെന്ന് വിചാരിക്കുക. കാരണം അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മില്ലിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതെന്താ പാടുന്നല്ല, ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മെയിൻ തേച്ച് വെച്ചതിൻ്റെ കൂടുതൽ പെരുംജീരകവും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അത് രണ്ടാമതും ചതച്ച് വീണ്ടും അതിലൊന്ന് കുഴച്ച് പുരട്ടി വെക്കുകയാണ് കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റ് വരുള്ളൂ, നല്ല ഫിനിഷ് ആവുള്ളൂ. എനിക്കങ്ങനെയാണ്, അതും കൂടെ വേണം. ചില ആളുകൾ മീൻ വറക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ ഇട്ടുങ്ങാണ്ട് സെറ്റാക്കും. പിന്നെ കറീൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുക, പിന്നെ ഇഞ്ചി, തക്കാളി. ഒരു തക്കാളി ഇട്ടാൽ മതി, പുളി ഇടണ്ടല്ലോ. അപ്പോൾ ഒരു തക്കാളി, ചെറുതായാലും കുഴപ്പമില്ല മീഡിയം ആയാലും കുഴപ്പമില്ല, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കിടക്കുന്ന തക്കാളി ഇഞ്ചിയും എല്ലാം കൂടെ മസാല മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്കുണ്ടാവുക. പിന്നെ ഇത് ശരിക്കും കറികൾ മീൻകറികളൊക്കെ വെക്കേണ്ടത് മൺചട്ടിയിലാണ് അല്ലേ. മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിലത്തെ. ഒരടുപ്പത്ത് കറി വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ആയിക്കോളുമല്ലോ. പിന്നെ ഉപ്പേരി ഒന്നും വേണ്ട, മീനുള്ളതുകൊണ്ട് പിന്നെ രണ്ടാക്കും ഉപ്പേരിക്ക് നിർബന്ധമൊന്നുമില്ല. മീൻകറിയും മീൻ വറുത്തതും ഉണ്ടല്ലോ, അതന്നെ ധാരാളം. പിന്നെ വേണമെങ്കിൽ അച്ചാറുണ്ട്, അച്ചാർ കൂട്ടി കഴിക്കുക, അത്രയേ ഉള്ളൂ. ഈ മീൻകറികളൊക്കെ അല്ലേ, ഇറച്ചിയായാലും മീനായാലും അടുത്ത ദിവസത്തേക്കാണല്ലേ കൂടുതൽ ടേസ്റ്റ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൊണ്ടു. അന്ന് തന്നെ കറി വെച്ച് കഴിച്ച് തീർക്കാതെ കുറച്ച് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത ദിവസം തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടോ തിളപ്പിച്ചിട്ടോ ഒന്ന് കഴിച്ച് നോക്കൊണ്ടു. നല്ല ടേസ്റ്റാണ്. അടുത്ത ദിവസത്തേക്കാണ് ഈ മീൻകറിക്ക് ഇറച്ചിക്കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് കൂടുന്നത്. അതേപോലെ ഞാൻ മട്ടൻ ഉണ്ടാക്കിയാലും ഇതേപോലെ തന്നെയാണ്. അടുത്ത ദിവസം ആകുമ്പോഴേക്കും പ്രത്യേക രുചിയാണ്. ഇപ്പോൾ കറി കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. കലക്കി കൂട്ടി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചില്ലേ, അതിൻ്റെ പകുതി ആയിട്ടുണ്ട് വെള്ളം. ഇനി മീനിട്ടിട്ട് ഒന്ന് തിളച്ചാൽ മതി, അധികം ഇളക്കാൻ പാടില്ല. കാരണം കോര മീൻ പെട്ടെന്ന് വെന്ത് ഉടയണ ടൈപ്പാണ്, അധികം വേവില്ലാത്ത മീനല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് തേങ്ങ കലക്കി കൂട്ടേണ്ട പണി മാത്രമേ ഉള്ളൂ. വറവിടേണ്ടവർക്ക് വറവിടാം. ഉള്ളിൽ, ചെറിയ ഉള്ളിൽ ഞാൻ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഒഴിക്കുന്നത്. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഞാൻ തേച്ച് വെച്ചിട്ടുള്ള കോരമീൻ മുഴുവൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജില്ല, അല്ലെങ്കിൽ കേട് വരുമല്ലോ. അപ്പോൾ മൊത്തം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മീൻ മൊത്തം വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഫോയിലിംഗ് പേപ്പറിലൊക്കെ ആക്കി നല്ലൊരു ചോറ് പാത്രം ഉണ്ടായിരുന്നു, അതിൽ അടച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ആവശ്യത്തിനെടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചോറും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. ചോറ് സെറ്റാണ്, ഇനി ആൾ വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കോരക്കറി, കോര വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.